നമ്മൾ സംസാരിക്കുന്നത് ഹോട്ടൽ ആൻഡ് അക്കോമഡേഷൻ സർവീസിൽ GST എങ്ങനെയാണ് ബാധകമാകുന്നത്, എത്രയാണ് GST റേറ്റ് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായി നമ്മൾ നോക്കേണ്ടത് രണ്ട് ഭാഗമായിട്ടാണ് ഹോട്ടൽ ആൻഡ് അക്കോമഡേഷൻ സർവീസിനെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് 7500 രൂപ വരെയും 7500 രൂപക്ക് മുകളിലും. 7500 രൂപ വരെയാണ് ഒരു റൂമിൻ്റെ താരിഫെങ്കിൽ, അങ്ങനെയുള്ള റൂമുകൾ മാത്രമേ ആ പെർമിസസിൽ ആ ബിൽഡിങ്ങിൽ ഉള്ളൂ എങ്കിൽ അതിൻ്റെ GST റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. അവിടെ ഒരു റെസ്റ്റോറൻറ്റും കൂടി ഉണ്ടെങ്കിൽ അവിടെ സപ്ലൈ ചെയ്യുന്ന ഫുഡിൻ്റെ റേറ്റും എത്രയാണ്? 5% ആണ് വിത്തൗട്ട് ITC. ഇനി 7500 രൂപക്ക് മുകളിലുള്ള ഒരു റൂം ഉണ്ടായാൽ പോലും 7500 മുകളിൽ നമ്മൾ പറഞ്ഞു 18%. അവിടെ ഒരു റൂം ഉണ്ടെങ്കിൽ പോലും അവിടെ ഉള്ള റെസ്റ്റോറൻറ്റ് സർവീസിൻ്റെ, അതായത് ഫുഡിൻ്റെ GST റേറ്റ് എന്ന് പറയുന്നത് 18% വിത്ത് ITC. ഇൻപുട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ രണ്ട് ഇതായിട്ടാണുള്ളത്. ഒന്ന് 7500 രൂപക്ക് താഴെയുള്ളതും 7500 രൂപക്ക് മുകളിലുള്ളതും. 7500 രൂപക്ക് മുകളിലുള്ളതാണെങ്കിൽ 18% ഇതിൻ്റെ റൂം താരിഫ്. അവിടെ ഉള്ള റെസ്റ്റോറൻറ്റിൻ്റെ GST റേറ്റ് എത്രയാണ്? 18% വിത്ത് ITC. 7500 രൂപക്ക് താഴെയാണെങ്കിൽ റൂം താരിഫും 5% ആണ്, ഫുഡിൻ്റെതും എന്താണ് 5% ആണ് വിത്തൗട്ട് ITC. ഇനിയിപ്പം ഇവിടെ ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്, നിങ്ങളുടെ റൂം താരിഫ് 7500 രൂപക്ക് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് 5% ആണ് ഫുഡിൻ്റെ റേറ്റ്. ഇത് വേണമെങ്കിൽ 31st അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് 31 മാർച്ച് 2026 നിങ്ങൾ GSTയിൽ അപ്ലൈ ചെയ്താൽ, ഒരു ഫോം ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് ഫുഡിൻ്റെ റേറ്റ് എന്താക്കി മാറ്റാം? 18% വിത്ത് ITC ആണ്, വിത്ത് ഇൻപുട്ട് ടാക്സോടെ ഫുഡിൻ്റെ റേറ്റ് മാത്രം. ഓക്കെ, അല്ലാണ്ട് അക്കോമഡേഷൻ്റെത് 5% തന്നെയാണ്, റൂം താരിഫ് 5% തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റെസ്റ്റോറൻറ്റ് സർവീസ്, ഫുഡ് സർവീസ് മാത്രം അത് 18% വിത്ത് എന്താക്കാം? ഇൻപുട്ട് ടാക്സ് ആക്കാം. അതിൻ്റെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് GST പോർട്ടലിൽ അതിൻ്റെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി 31 മാർച്ച് 2026 ആണ്. അടുത്ത ഫിനാൻഷ്യൽ ഇയർ 26-27 നമുക്ക് 18% ഫുഡിൻ്റെ റേറ്റ് 18% വിത്ത് ITC ആക്കണമെങ്കിൽ 7500 രൂപക്ക് താഴെയുള്ള ഹോട്ടലുകൾക്ക്. 7500ൻ്റെ മുകളിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്? ഫുഡിൻ്റെ റേറ്റ് 18% വിത്ത് ITC തന്നെയാണ്. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.